ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ദുബൈയിലെ പ്രവാസികൾ. നമ്മളിപ്പോൾ ഉള്ളത് മുർഷിദ് ബസാറിൽ കൊടികൾ വിൽക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനമായിരുന്നു. നാളെ പുലരുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ്. രണ്ടും ഒരുപോലെ ആഘോഷിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ. ഈ കൊടികൾ വിൽക്കുന്നതും ഒരേ സ്ഥലത്ത് തന്നെയാണ്. കൊടിയുടെ വിൽപ്പനക്കാരാണ് നമ്മോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ പേര്? ഫഹദ്. എത്ര കാലമായിട്ട് ഈ കൊടിയുടെ വിൽപ്പന രംഗത്തുണ്ട്? ഓൾറെഡി 2008 മുതൽ ഇത് ചെയ്യുന്നതാണ്. 2008 മുതൽ ഇന്ത്യ പാകിസ്ഥാൻ സ്ഥിരമായിട്ട് ചൈനയെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് നമ്മൾ നോർമലി അജ്മാലിലാണ് ഇവിടെയാണ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ ചൈന ബൈ ബൈ ആണ്. ബൈ ബൈ അതന്നെ ഇന്ത്യ പാകിസ്ഥാനും ചൈന. മിക്കവാറും കൊടികൾ ചൈനയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ചൈന അതാണ് കോസ്റ്റ് എഫക്റ്റീവ്. അതുകൊണ്ടാണ് നമ്മളിത് ചൈനയിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം എത്ര കൊടികൾ കൊണ്ടുവരും ഇത്തരത്തിൽ? കൊടി നമ്മൾ ഓൾറെഡി എന്ന് വെച്ചാൽ നമ്മൾ ടാർഗറ്റ് 50 കാർട്ടൂൺ ഇന്ത്യയും 50 കാർട്ടൂൺ പാകിസ്ഥാനാണ്. ഏകദേശം ഒരു കാർട്ടൂണിൽ 100 ഡസൺസ് അങ്ങനെ ടോട്ടൽ ഏകദേശം എന്ന് വെച്ചാൽ 50,000 പീസസ് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. എന്ന് വെച്ചാൽ സ്റ്റോക്ക് വേഗം തീരുകയും ചെയ്യും. 3-4 ഡേയ്സ് ആകുമ്പോഴത്തേക്കിനെ സ്റ്റോക്ക് തീരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു? യൂസഫ്. എവിടെ നാട്ടിൽ? കാസർഗോഡ്. ഈ കൊണ്ടുവരുന്ന കൊടി മുഴുവൻ ഇത്രയും ദിവസം കൊണ്ട് വിറ്റഴിയോ? ഈ ഓഗസ്റ്റ് 10 മുതലാണ് മെയിൻ 5 ദിവസത്തേക്ക് ഫുള്ളായിട്ട് ഏകദേശം 90% തീരാ. അതിനിട്ട് മുന്നേ ഹോൾസെയിൽക്കാർ കാട്ടും ഓഗസ്റ്റ് 1 മുതൽ സ്റ്റാർട്ടിങ് ആയിട്ട് തുടങ്ങും. 10 ശേഷം നല്ലോണം പോയി തീരും. ഓക്കെ. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇതിൻ്റെ ഒരു കച്ചവടം ഉണ്ടാവും. നാളെ ഉച്ചവരെ ഇതിനായിട്ട് വരും. കൊടിയുണ്ടെന്ന് വെച്ചുകൊണ്ട് വരും. ആഗസ്റ്റ് 15 ഉച്ചവരെ ഇതിൻ്റെ കച്ചവടം നിൽക്കും. അതെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനെല്ലാം ഏകദേശം കയ്യേറ്റാം. ബാക്കിയാവുന്ന കൊടികൾ പിന്നെ റിപ്പബ്ലിക് ഡേക്ക് ആണോ അതോ റിപ്പബ്ലിക് ഡേ പിന്നെ ഇന്ത്യൻ്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിലേക്ക്. പിന്നെ അടുത്ത വർഷം വീണ്ടും 2026 25 ഇവിടെ ഇപ്പോൾ ദുബൈയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് ഇന്ത്യൻ പതാകയാണോ പാകിസ്ഥാൻ പതാകയാണോ? ഏകദേശം സെയിമാണ്. ഏകദേശം 90% ഇന്ത്യൻ്റെ, ഒരു 10% കൂടുതൽ പോകും ഇന്ത്യൻ്റെ. ഓക്കെ. നാളെ ഇനി എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? നാളെ മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മൾ സാധാരണയായിട്ട് ലഡു വിതരണമൊക്കെ ഉണ്ടാവുന്നുണ്ട് അജ്മാനിന്നും. പിന്നെ അത് കണ്ടിന്യൂസ് ചെയ്യും പ്രാവശ്യവും. അതന്നെ നമ്മളെ മെയിൻ ഇത്. പിന്നെ KMCCൻ്റെ പ്രോഗ്രാംസിൽ ഉണ്ടാവും നാളെ മുതൽ. അതിനെല്ലാം പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു പാകിസ്ഥാനി സഹോദരനുണ്ട്. आपका नाम क्या है? इम्तियाज़ अहमद. आप पाकिस्तान किधर से? पाकिस्तान आज़ाद कश्मीर से। कश्मीर से. ओके. आप पाकिस्तान का इंडिपेंडेंस कैसा मना किया? बहुत अच्छे तरीके से बना. इंडिया भी इंडिपेंडेंस मनाता है कल. क्या बोलना चाहिए उसका इंडियन प्रदेश को? उसके लिए वेलकम करते. बहुत अच्छा. അപ്പോൾ രാജ്യാതിർത്തികളൊന്നും ഇല്ലാതെയുള്ള ആഘോഷത്തിലാണ് UAE പ്രവാസികൾ. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഇന്ന് ആഘോഷത്തിലാണ്. ഇന്ന് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനമായിരുന്നു. നാളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനവും ഒരേ ആവശ്യത്തോടെ ഇവർ ആഘോഷിക്കുകയാണ്. യാസർ അറഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.